2025 മകരം, കുംഭം, മീന മാസങ്ങളിൽ ജനിച്ച കാർത്തിക നക്ഷത്രക്കാർക്ക്. അപ്പോൾ നക്ഷത്രം കാർത്തികയാണ്. ജനിച്ച മലയാള മാസം അറിയണം. അതറിയുന്നതിന് ഇപ്പം ജനിച്ച ഇംഗ്ലീഷ് മാസം ജാനുവരി 10 ആണെങ്കിൽ കാലണ്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് മലയാള മാസം കിട്ടും. ഇനി കാർത്തിക നക്ഷത്രത്തിൽ മകരമാസത്തിൽ ജനിച്ചാലുള്ള ഫലം നോക്കാം. ജാനുവരി, ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. അതേപോലെ തന്നെ തൊഴിൽപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷനെല്ലാം കിട്ടാം. പക്ഷേ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മോശമായിട്ടാണ് കാണുന്നത്. അവർക്ക് അത്ര നല്ല സമയമൊന്നുമല്ല, മാസങ്ങളല്ല. അനാവശ്യ ചെലവുകളെല്ലാം നിയന്ത്രിക്കണം. യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. മാർച്ച് മാസം പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. രാഷ്ട്രീയക്കാർക്ക് നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതൊന്നുമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. ഏപ്രിൽ, മെയ് മാസങ്ങൾ പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ മക്കൾക്കും ഗ്രാൻഡ് പാരൻസിനും ഒന്നും അത്ര നല്ല മാസമായിട്ട് തോന്നുന്നില്ല. മനസ്സമാധാനക്കുറവെല്ലാം ഉണ്ടാക്കിയേക്കാം. ഒരലസത അനുഭവപ്പെടാം. മെയ് മാസത്തിൽ പൊതുവെ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂ എല്ലാം ഉണ്ടെങ്കിൽ മെയ് മാസത്തിൽ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വ്യക്തിപരമായിട്ടും അത്ര നല്ലൊരു മാസമല്ല മെയ്. ബാക്കിയുള്ള ഗുണങ്ങളെല്ലാം കിട്ടും. ജൂൺ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെ എന്നെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ജൂലൈ മാസം ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നത് കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഓഗസ്റ്റ് മാസം പൊതുവെ എല്ലാ കാര്യത്തിനും വിജയം നേടുന്നൊരു മാസമാണ്. ഓപ്പറേഷനെല്ലാം വേണ്ടിക്ക് നല്ലതാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വസ്തു വാഹനങ്ങളെല്ലാം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും എല്ലാം അതിലൂടെ ധനനഷ്ടം സംഭവിക്കാം. അതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾക്കൊന്നും പറ്റിയ മാസമല്ല. മാതാവിനും ദിവസം അത്ര മാസം നല്ലതായിട്ട് തോന്നുന്നില്ല. സെപ്റ്റംബർ മാസം പൊതുവെ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്. മനസ്സമാധാനമുള്ളൊരു മാസമാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടാവും. അല്ലെങ്കിൽ ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. പക്ഷേ കേസ് വഴക്കിനൊന്നും പോകരുത്.
അതുപോലെ തന്നെ ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ഒക്ടോബർ മാസം ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണെങ്കിലും ചെറിയൊരു അലസതയെല്ലാം ഇടയ്ക്ക് തോന്നിയേക്കാം. നവംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ ദാമ്പത്യപരമായിട്ട് നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം തടസ്സങ്ങൾ കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഡിസംബർ മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. പക്ഷേ പെട്ടെന്നുള്ള അവിചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളും കാണുന്നുണ്ട്. കേസ് വഴക്കിനൊന്നും പോകരുത്. അനാവശ്യ ചെലവുകളെല്ലാം ഉണ്ടാകും, അതെല്ലാം നിയന്ത്രിക്കേണ്ടിയിരിക്കും. ഇനി നമുക്ക് കുംഭമാസത്തിൽ ജനിച്ചവരുടെ ഫലം നോക്കാം. കുംഭമാസത്തിൽ ജനിച്ചവർക്ക് ജാനുവരി മാസം വളരെ നല്ലതായിട്ട് കാണുന്നു. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം പറ്റിയ സമയമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്, മാതാവിന് നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണെങ്കിലും യാത്രകളെ കൊണ്ട് ചെറിയ പ്രയാസങ്ങളുണ്ടാകും. അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും അത്ര നല്ലതല്ല. ഫെബ്രുവരി മാർച്ച് മാസങ്ങൾ പൊതുവെ നല്ലതാണ്. വ്യക്തിപരമായ ആരോഗ്യപരമായിട്ട് നല്ലതാണ്, കുടുംബപരമായ സാമ്പത്തികപരമായ വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു മാസമാണ്. വീട് നിർമ്മാണത്തിന് നല്ലതാണ്, ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ്. ഏപ്രിൽ മെയ് മാസങ്ങൾ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. അതുപോലെ തന്നെ വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലതായിട്ടൊന്നും തോന്നുന്നില്ല. ഗ്രാൻഡ് പാരൻസിനും അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. ചെലവുകൾ നല്ലവണ്ണം നിയന്ത്രിക്കണം. അനാവശ്യ ചെലവുകളെല്ലാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോവുക, കളവ് പോവുക, ഇതിനെല്ലാം സാധ്യത കാണുന്നുണ്ട്. വ്യക്തിപരമായിട്ട് ചെറിയ പ്രയാസങ്ങൾ കാണുന്നുണ്ട്. ജൂൺ ജൂലൈ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്, പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയ മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരമെല്ലാം കിട്ടും, കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഒന്നും മാസം അത്ര നല്ലതല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും കാണുന്നുണ്ട്. ജൂലൈ മാസത്തിൽ പ്രത്യേകിച്ച് കേസ് വഴക്കിനൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. ഓഗസ്റ്റ് മാസം പൊതുവെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ദാമ്പത്യപരമായിട്ട് നല്ലതാണ്. വിവാഹം അന്വേഷിക്കുന്നവരെ കണ്ടെത്തും. ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. പക്ഷേ മാതാവിനും മക്കൾക്കും ഒന്നും മാസം അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല. വസ്തുവാഹനങ്ങളൊന്നും വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം ഉണ്ടാക്കുന്നൊരു മാസം കൂടിയാണ്. സെപ്റ്റംബർ മാസം പൊതുവെ എല്ലാ കാര്യത്തിലും വിജയം നേടുന്ന ഒരു മാസമാണ്. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. വല്ല ഓപ്പറേഷനെല്ലാം വേണ്ടിയിട്ട് നല്ലതാണ്. കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല
മാസമാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ല മാസമൊന്നുമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്. ഒക്ടോബർ മാസം പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. കേസ് വഴക്കലിനുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ടെസ്റ്റ് ഇൻ്റർവ്യൂ പോലെയുള്ളതിന് നല്ലതാണ്. മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കുറച്ച് സമയം അത്ര നല്ലതൊന്നും ആയിട്ട് തോന്നുന്നില്ല. കുറച്ച് മനസ്സമാധാനക്കുറവും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണും. നവംബർ മാസത്തിൽ ജനിച്ചവർക്ക് നവംബർ ഡിസംബർ മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടും. പക്ഷേ മക്കൾ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു മാസമൊന്നുമല്ല. ചെറിയ മനസ്സമാധാനക്കുറവും ടെൻഷനും എല്ലാം കാണുന്നുണ്ട്. ഒരു അലസത അനുഭവപ്പെടാം. അതേപോലെ തന്നെ നവംബർ മാസത്തിൽ ദാമ്പത്യ പ്രശ്നങ്ങളും വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളും കാണുന്നുണ്ട്. ഡിസംബർ മാസം അപ്രതീക്ഷിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുത തടസ്സങ്ങളും കാണുന്നുണ്ട്. ഇനി മീനമാസത്തിൽ ജനിച്ചവർക്ക് അവരെ ജാനുവരി ഫെബ്രുവരി മാസങ്ങൾ പൊതുവെ കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം, പുതിയ കർമ്മങ്ങളിൽ ഏറ്റെടുക്കാൻ പറ്റിയ മാസമാണ്. സഹോദരാദികൾക്കെല്ലാം പ്രത്യേകിച്ച് നല്ല മാസമായിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഗ്രാൻഡ് പാരൻസിനൊന്നും മാസം അത്ര നല്ലതല്ല. ആരെങ്കിലും പറ്റിക്കാനും ചതിയിൽപ്പെടാനും പണം അനാവശ്യമായി നഷ്ടപ്പെട്ടു പോവുക, ട്രാൻസ്ഫർ, ഇതിനെല്ലാം സാധ്യതയുള്ളൊരു മാസമാണ്. ജാനുവരി മാസത്തിൽ അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും അത്ര നല്ലതല്ല. ജാനുവരി മാസത്തിലെ യാത്രകളെ കൊണ്ടും ചെറിയ പ്രയാസങ്ങളെല്ലാം ഉണ്ടാക്കിയേക്കാം. കുറച്ച് മനസ്സമാധാനക്കുറവും കണ്ടേക്കാം. മാർച്ച് ഏപ്രിൽ മാസങ്ങൾ വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. സഹോദരങ്ങൾക്കെല്ലാം നല്ല മാസമാണ്. പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ല മാസമാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയൊരു മാസമാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടും. കിട്ടേണ്ട പണം എളുപ്പത്തിൽ കിട്ടുമെങ്കിലും അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം. ആരെങ്കിലും പറ്റിക്കാൻ ചതിയിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ ട്രാൻസ്ഫർ എല്ലാം ഉണ്ടായേക്കാം. മെയ് മാസം പൊതുവെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായി, വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. മാതാവിനെല്ലാം നല്ല മാസമാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന്, വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങുന്നതിന്, വീട് നിർമ്മാണത്തിനെല്ലാം പറ്റിയ നല്ലൊരു മാസമാണ്. പൊതുവെ നല്ലൊരു മാസമായിട്ട് കാണണം എല്ലാ കാര്യത്തിലും. ജൂൺ മാസം വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. വ്യക്തിപരമായ, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കാൻ നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്ക് പറ്റിയതാണ്. സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും. എന്തെങ്കിലും പണം കിട്ടാനുണ്ടെങ്കിൽ എളുപ്പത്തിൽ കിട്ടും. ജൂലൈ മാസം അതുപോലെ തന്നെ വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയൊരു മാസമാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. മാതാവിനും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ്. കുടുംബം അതേപോലെ തന്നെ ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്നതിനെല്ലാം പറ്റിയ മാസമാണ്. പക്ഷേ കുറച്ച് മനസ്സമാധാനക്കുറവും ടെൻഷനും അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നുണ്ട്.
ഓഗസ്റ്റ് മാസം പൊതുവെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിന് നല്ല മാസമാണ്. വ്യക്തിപരമായി, ആരോഗ്യപരമായി, കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ലതാണ്. അതേസമയം വിദേശത്തെല്ലാം പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ മാസമാണ്. പക്ഷേ കേസ് വഴക്കിലൊന്നും പോകരുത്. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം പോകുമ്പോൾ നല്ലവണ്ണം പ്രിപ്പയർ ചെയ്തിട്ട് പോവുകയും വേണം. സെപ്റ്റംബർ മാസം പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും പറ്റിയ മാസമാണ്. മാതാവിന് നല്ലതാണ്, ദാമ്പത്യപരമായിട്ട് നല്ലതാണ്, വിവാഹ കാര്യങ്ങൾക്കെല്ലാം നല്ലതാണ്, ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കുന്നതിനെല്ലാം നല്ലതാണ്. പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അത്ര നല്ലൊരു മാസമല്ല. മനസ്സമാധാനക്കുറവ്, ടെൻഷനെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണുന്നു. ഒക്ടോബർ മാസം വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലതാണ്. പല ഓപ്പറേഷനെല്ലാം പറ്റിയ മാസമാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ കൊള്ളാം. വീട് നിർമ്മാണത്തിന് പറ്റിയതാണ്. കേസ് വഴക്കലുണ്ടെങ്കിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും. ടെസ്റ്റ് ഇൻ്റർവ്യൂവിനെല്ലാം വിജയം നേടും. അതുപോലെ തന്നെ ബിസിനസ്സിന് നല്ലതാണ്, വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്, ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിന് നല്ലൊരു മാസമാണ്. നവംബർ മാസം പൊതുവെ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ട് നല്ലത്. മാതാവിനും പിതാവിനും മക്കൾക്കും എല്ലാം നല്ലതായിട്ട് കാണുന്നു. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാൻ കൊള്ളാം. വീട് നിർമ്മാണത്തിന് കൊള്ളാം. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ട് കൊള്ളാം. ബിസിനസ്സിന് കൊള്ളാം. ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ കൊള്ളാം. യാത്രകളെ കൊണ്ട് ഗുണാനുഭവങ്ങൾ ഉണ്ടാകും. ദൂരെ യാത്രയെല്ലാം പോകാം. ഷെയർ മാർക്കറ്റിന് നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. വിദേശ ഇടപാടുകൾക്കെല്ലാം പറ്റിയതാണ്. പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല. വിവാഹ കാര്യങ്ങൾക്കെല്ലാം ചെറിയ തടസ്സങ്ങൾ കാണുന്നുണ്ട്. ഡിസംബർ മാസത്തിൽ വ്യക്തിപരമായി, ആരോഗ്യപരമായിട്ടെല്ലാം നല്ലതാണ്. വസ്തുവാഹനങ്ങളെല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാം കൊള്ളാം. ജോലി കിട്ടാം, പ്രൊമോഷൻ കിട്ടാം. ബിസിനസ്സിന് നല്ലതാണ്. വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ്. ഷെയർ മാർക്കറ്റിലെല്ലാം നിക്ഷേപിക്കുന്നതിന് നല്ലതാണ്. പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ്. കുടുംബപരമായി, സാമ്പത്തികപരമായി, വിദ്യാഭ്യാസപരമായിട്ടെല്ലാം നല്ല മാസമാണ്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ പെട്ടെന്നുള്ള അവിചാരിതമായ ചില ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ, ചില വീഴ്ചമാരിയുള്ള ആരോഗ്യ പ്രശ്നങ്ങളോ ശത്രുതയോ തടസ്സങ്ങളെല്ലാം അതിൻ്റെ കൂട്ടത്തിൽ കാണും.